കാർഷിക ഗ്രാമമായിരുന്ന നെടുമ്പാശ്ശേരി ഒരിക്കലും വിമാനത്താവളമാകുമെന്ന് ഇന്നാട്ടുകാർ വിശ്വസിച്ചിരുന്നില്ല. വിമാനത്താവളത്തിന്റെ വരവോടെ കരിയാടും ശ്രീമൂലനഗരവുമൊക്കെ വേർതിരിക്കപ്പെടുകയും ഈ ഗ്രാമം ലോകഭൂപടത്തിൽ സ്ഥാനം പിടിക്കുകയും ചെയ്തെങ്കിലും ഇവിടുത്തെ ഗ്രാമീണർ കൃഷിയെ കൈവിടാൻ തയ്യാറായില്ല. അവരിൽ ഒരാളാണ് പെരുമറ്റത്ത് പാറയിൽ പൗലോസ് മകൻ സാലു പോൾ. പാരമ്പര്യമായി വീതിച്ചു കിട്ടിയ ഒരേക്കർ ഭൂമിയിലും ബാക്കി സഹോദരന്മാരുടെ ഭൂമിയിലും സുഹൃത്തുക്കളുടെ തരിശുഭൂമിയിലുമാണ് സാലുവിന്റെ കൃഷിത്തോട്ടമുള്ളത്. വീട്ടുമുറ്റത്ത് കാന്താരി മുതൽ കറിവേപ്പിൽ വരെയും പാട്ടഭൂമിയിൽ പൈനാപ്പിൾ മുതൽ പപ്പായ വരെയും കൃഷി ചെയ്യുന്നു. ഹൃദയശുദ്ധിക്ക് ഔഷധമായ കാന്താരിമുളകിനും വിപണിയിൽ ഏറെ ലാഭം തരുന്ന പപ്പായയ്ക്കും തുല്യ പരിഗണനയാണ് സാലുവും ഭാര്യ ലതിയും മക്കളായ ഇവനും നയനും നൽകിപ്പോരുന്നത്. ഭാര്യ ലതി തൊട്ടടുത്ത കോളേജിൽ അധ്യാപികയാണെങ്കിലും ഒഴിവു സമയങ്ങൾ പൂർണ്ണമായും കൃഷിയിടങ്ങളിൽ ചെലവിടുന്നു. കൃഷിയിലും ജീവിതത്തിലും ഒരേപോലെ പാരമ്പര്യ ശാസ്ത്രീയ രീതി പിന്തുടരുന്ന സാലു വീടിനോട് ചേർന്ന് കിടന്ന തന്റെ സഹോദരന്മാരുടെ തരിശുഭൂമിയിൽ റബ്ബർ നടാനാണ് തീരുമാനിച്ചത്. അതിനുവേണ്ടി മികച്ച ഇനം റബ്ബർ തൈകൾ വാങ്ങി കാട് പിടിച്ചു കിടന്ന കുന്ന് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് ഇടിച്ചു നിരത്തിയ ശേഷം കുഴി താഴ്ത്തി റബ്ബർ നട്ടു. ഇടവിളയായി പൈനാപ്പിൾ. ഒരുക്കിയ നിരത്ത് 1.5 അടി താഴ്ചയിൽ കുഴി താഴ്ത്തി എല്ലുപൊടി, കോഴിവളം, ജൈവവളം, റോക്ക് ഫോസ്ഫേറ്റ് എന്നിവ ചേർത്ത് വാരം കോരി കാഞ്ഞി അഥവാ പൈനാപ്പിളിന്റെ തൈകൾ നടുന്നു. 1.5 മാസം കഴിയുമ്പോൾ ശാസ്ത്രീയമായി തയ്യാറാക്കിയ വളം കലർന്ന മിശ്രിതം സ്പ്രേ ചെയ്യുന്നു. 4 മാസം പ്രായമാകുമ്പോൾ എത്തിറ്റോൺ എന്ന ഹോർമോൺ ചെടിയുടെ കൂമ്പിൽ ഒഴിക്കുന്നു. കൃത്യം 1 മാസം കഴിയുമ്പോൾ എല്ലാ ചെടികളിലും ഒരേപോലെ പൂവിരിയുകയായി. 118-ാം പക്കം പൈനാപ്പിൾ പാകമെത്തുന്നു. 119-ാം ദിവസം മുതൽ മൂപ്പെത്തുന്ന പൈനാപ്പിൾ 120-ാം ദിവസമാകുമ്പോൾ പഴുത്തു തുടങ്ങുന്നു. കേരളത്തിന്റെ അകത്തും പുറത്തും നല്ല ഡിമാൻഡുള്ള പൈനാപ്പിൾ വ്യാപാരികൾ വൻതോതിൽ ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ടു പോവുകയാണ് പതിവ്. എനിക്കിവിടെ 4 ഏക്കർ സ്ഥലമാണ് ഈ വീടിരിക്കുന്ന സ്ഥലത്തുള്ളത്. അതിലെൻ്റെ കുടുംബസ്വത്ത് കൂടിയുണ്ട്. എനിക്ക് കൃഷിയോടുള്ള താല്പര്യം ചെറുപ്പത്തിലെ തൊട്ട് അങ്ങനെ താല്പര്യം തോന്നിയിരുന്നതാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തൊട്ട് ഞാൻ ഈ റബ്ബർ റീപ്ലാന്റ് ചെയ്യാനും അതുപോലെ അതിനകത്ത് ഇടവിളയായിട്ട് വാഴ, പൈനാപ്പിൾ ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് ആദ്യം മുതലേ ചെയ്തതിന് താല്പര്യം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മച്ചിയാണ് എനിക്ക് അതിനകത്ത് ശരിക്കും കൃഷിയിലേക്ക് ഇത് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തന്നത്. എൻ്റെ ഫാദർ ഒരു മലയാളം ടീച്ചറായിരുന്നു, ഇപ്പോൾ ഇല്ല, മരിച്ചുപോയി. അമ്മച്ചി ജീവിച്ചിരിക്കുന്നുണ്ട്. എൻ്റെ കൃഷിയിലേക്ക് വരാനുള്ള എൻ്റെ റോൾ മോഡൽ ശരിക്കും എൻ്റെ ഫാദറും മദറുമാണ്. എൻ്റെ ചാച്ചനും അമ്മച്ചിന്ന് ഞാൻ വിളിക്കുന്നത് അച്ഛനും അമ്മച്ചി തന്നെയാണ്. പിന്നെ അതിനുശേഷം ഞാൻ BSc വരെ പഠിച്ചതാണ്. ഇടയ്ക്കൊക്കെ ഞാൻ കൃഷിയിലേക്ക് തന്നെയാണ് എൻ്റെ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിരുന്നത്. ആദ്യം ഇപ്പോൾ ഹൈടെക് കൃഷിയിലേക്ക് ഇപ്പോൾ കുറച്ച് നാളായാലും വന്നിട്ട് ആദ്യം ഞാൻ സാധാരണ വാഴ, തെങ്ങ് അങ്ങനത്തെ കൃഷിയിൽ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു മുന്തിരിത്തോട്ടം കുറച്ച് നാൾ കാശിത്തറമ്പെന്ന് പറഞ്ഞ കുറ്റാലത്ത് പോയി നമ്മൾ നോക്കിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ജീവിതത്തിലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും കൃഷിയിലേക്ക് വരാൻ, നാടൻ കൃഷിയിലേക്കും എൻ്റെ താല്പര്യം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഇവിടെ 1 ഏക്കർ സ്ഥലത്ത് ഞാനിവിടെ എൻ്റെ സ്വന്തം സ്ഥലത്ത് കൃഷി ഇറങ്ങുന്നു. എൻ്റെ ബ്രദേഴ്സിൻ്റെ സ്ഥലത്ത് 2-3 ഏക്കർ വേറെയും കൂടി ഞാൻ കൃഷി ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പൈനാപ്പിളാണ് ചെയ്തിരിക്കുന്നത്. പൈനാപ്പിൾ ഇവിടെ എൻ്റെ സ്വന്തം സ്ഥലത്തും അതുകൂടാതെ പുറത്ത് ഒരു 4-5 ഏക്കറിലും കൃഷി ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് കൂടി അതിനകത്ത് ഒന്നിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പെർട്സൊക്കെ വരുന്നത് വാഴക്കുളം ഭാഗത്തു നിന്നുള്ള പണിക്കാരാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ JCB കൊണ്ടൊന്ന് മൊത്തം കൊത്തി ഇളക്കിയിട്ട് അതിനകത്ത് എല്ലുപൊടി, കോഴിവളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് തൈ നടുന്നത്. തൈ നട്ട് കഴിഞ്ഞാൽ പിന്നെ അതിന് ഒരു 1-1.5 മാസം കഴിഞ്ഞാൽ വീണ്ടും വളം കൊടുത്തു തുടങ്ങും. ഒരു 4 മാസം പ്രായമായി കഴിഞ്ഞാൽ അതിനകത്ത് എത്തിപ്പോൺ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഒഴിക്കും. ഹോർമോൺ ഒഴിച്ച് 120-ാമത്തെ ദിവസം അത് കായ് വിളവെടുക്കാറാവും. അതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ടും ബാംഗ്ലൂർ, മദ്രാസ്, ഡൽഹി എന്നുള്ള സ്ഥലത്തു നിന്നൊക്കെ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് തോട്ടം കയറി പോവുകയാണ് നമുക്ക് ചെയ്യുന്നത്. വില മാർക്കറ്റിനനുസരിച്ചിരിക്കും. ചിലപ്പോൾ നല്ല വില കിട്ടും, ചിലപ്പോൾ വില കുറവായിരിക്കും. വില കുറവുള്ള സമയം ഉണ്ടായിട്ടുണ്ട്, വളരെ വില കുറഞ്ഞ സമയം ഉണ്ടായിട്ടുണ്ട്. എന്നാലും വലിയ കുഴപ്പമില്ലാതെ ഈ കൃഷി മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട്.
നമ്മുടെ പ്രധാനപ്പെട്ട കർഷകരിൽ ഒരാളാണ് ശ്രീ സാലു പോൾ. ഞാൻ ഏതാണ്ട് 3 വർഷങ്ങൾക്ക് സാലു പോളിനെ നേരത്തെ എനിക്ക് അറിയാമെങ്കിൽ തന്നെ കാർഷിക മേഖലയിലേക്ക് സാലു പോളിനെ, പ്രത്യേകിച്ച് കൃഷിഭവൻ്റെ വിവിധ ധനസഹായങ്ങൾ കൊടുക്കുന്ന ഒരു പദ്ധതിയിലേക്ക് സാലു പോളിനെ കൊണ്ടുവരാൻ സാധിച്ചത് ഹൈടെക് കൃഷിയിലൂടെയാണ്. പൈനാപ്പിൾ കൃഷിക്ക് ആവശ്യമായ ധനസഹായങ്ങൾ, അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ മുതലായ എല്ലാം മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ സാലു പോളിൻ്റെ കൃഷിയിടം സന്ദർശിക്കുകയും അതിലുണ്ടാകുന്ന രോഗങ്ങൾ, കീടങ്ങൾ തുടങ്ങിയവ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ കൃഷിയിൽ അവലംബിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുടെ കുറവുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിനുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ ഏതൊക്കെ അടിക്കണം, എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ സാലുവിനെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അതിന് പ്രകാരം സാലു പ്രവർത്തിക്കുകയും നല്ല രീതിയിലുള്ള ഒരു ഉൽപ്പാദനം അവിടെ ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മറ്റു കർഷകരെ അപേക്ഷിച്ച് ചെറുപ്പക്കാരനായ ഒരു കർഷകൻ മാതൃകാപരമായ ഒരു രീതിയിലുള്ള കാർഷിക വൃത്തിയിലേക്ക് ആണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി കർഷകർ ഈ സാലു പോളിൻ്റെ പുരയിടം അല്ലെങ്കിൽ കൃഷിസ്ഥലം സന്ദർശിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ സാലു പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ നിന്ന്, നമ്മുടെ ജില്ലയിൽ മാത്രമല്ല, ജില്ലയുടെ പുറത്തു നിന്നുള്ള കർഷകർ പോലും നമ്മുടെ ഈ കൃഷിസ്ഥലം സന്ദർശിക്കാനും അവരുടെ നിർദ്ദേശങ്ങൾ സാലു പോൾ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. സാലു പോളിനെ സംബന്ധിച്ചെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗങ്ങളോ കീടങ്ങളോ സാലു പോൾ കണ്ടാൽ ഉടൻ തന്നെ കൃഷിഭവനെ അറിയിക്കുകയും ബന്ധപ്പെട്ട എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുകയും അറിയാത്ത കാര്യങ്ങൾ ഞാൻ അപ്പോൾ തന്നെ എൻ്റെ മേൽ ഓഫീസർമാരോട് പറഞ്ഞ് അത് അന്വേഷിച്ച് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അതിനാവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളും അപ്പോൾ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിളിന്റെ പ്രധാന വിപണി ബാംഗ്ലൂർ, ഡൽഹി എന്നിവിടങ്ങളാണ്. അധികം പരിചരണം ആവശ്യമില്ലാത്ത പൈനാപ്പിൾ കൃഷിയിൽ നിന്നും നല്ല വരുമാനമാണ് സാലുവിന് ലഭിക്കുന്നത്. സാലുവിന്റെയും കുടുംബത്തിന്റെയും മറ്റൊരു പരീക്ഷണം പോളി ഹൗസാണ്. എല്ലാ കാര്യങ്ങളിലും മുൻപരിചയവും അറിവും ഉള്ളവരുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും തേടാൻ മടിയില്ലാത്ത സാലു പോളി ഹൗസിന്റെ കാര്യത്തിലും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം തേടി. അതിൻപ്രകാരം പണിക്കാർക്കൊപ്പം നിന്ന് തുടക്കത്തിൽ ഒരു പോളി ഹൗസ് നിർമ്മിച്ചു. വിവിധയിനം പച്ചക്കറികൾ കൃഷി ചെയ്തു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്നത് മൂലം ഈ പോളി ഹൗസിൽ കീടബാധ തീരെയില്ല. അതുകൊണ്ട് തന്നെ നല്ല വിളവും ലഭിക്കുന്നു. ജോലിയും പഠിപ്പും കഴിഞ്ഞെത്തുന്ന ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം പോളി ഹൗസ് പരിപാലനത്തിനും വിളവെടുപ്പിനും സാലു സമയം കണ്ടെത്തുന്നത് മിക്കവാറും രാത്രികാലങ്ങളിലാണ്. രാവിലെ മക്കൾ സ്കൂളിൽ പോയി കഴിയുമ്പോൾ കുറച്ച് സമയം, വളരെ കുറച്ച് സമയമുള്ളൂ എങ്കിൽ പോലും അത് ഞാൻ അദ്ദേഹത്തോടൊപ്പം കൃഷിയിടങ്ങളിൽ കൃഷിയോടൊപ്പം ആ കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും വൈകുന്നേരങ്ങളിൽ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിയുമ്പോൾ കുട്ടികളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം സന്ധ്യാസമയത്തോടനുബന്ധിച്ചാണ് സമയം കിട്ടാറുള്ളൂ. അന്നേരം അദ്ദേഹത്തോടൊപ്പം കൃഷി കാര്യങ്ങളിൽ സഹായിക്കാനും അദ്ദേഹത്തിൻ്റെ കൂടെ ഇറങ്ങിച്ചെന്ന് എല്ലാ കാര്യങ്ങളിലും സംബന്ധിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ പോളി ഹൗസ് 400 സ്ക്വയർ മീറ്റർ വലിപ്പമുള്ള ഒരു പോളി ഹൗസാണ്. അതിൽ പയറും സലഡ് കുക്കുംബറുമാണ് കൃഷി ചെയ്തുകൊണ്ടിരുന്നത് ആദ്യം. ഇപ്പോൾ പയറും പാലക്ക് അതുപോലെ മുളക് ഈ 3 കൃഷി ചെയ്ത് വരുന്നു. ഈ കൃഷികളിലെല്ലാം ഒരു 3 മാസത്തിൽ വിളവുണ്ടാകുന്നുണ്ട്. എല്ലാം ശാസ്ത്രീയ രീതിയിലാണ്, ഹൈടെക് ഫാമിംഗ് ആണ് ഉദ്ദേശിച്ച് വരുന്നത്. ഇപ്പം എല്ലാം സാലു പോൾ എല്ലാം ഹൈടെക് ഫാമിംഗ് ആണ്. വളവും വെള്ളവും കൂട്ടിക്കലർത്തി പ്രത്യേകം തയ്യാറാക്കിയ പൈപ്പിലൂടെ സ്പ്രേ ചെയ്യുന്നത് മൂലം ജലത്തിനും വളപ്രയോഗത്തിനും പ്രത്യേകം സമയം കണ്ടെത്തേണ്ടി വരുന്നില്ല. പോളി ഹൗസിൽ പൂർണ്ണമായും ജൈവവളമാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ചേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത് തന്നെ, ഒരു പോളി ഹൗസ്. അങ്ങനെ ഞാൻ കൃഷി ഓഫീസറെ ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ സബ്സിഡിയും 2,80,000 രൂപ സബ്സിഡിയൊക്കെ സാർ വാങ്ങിത്തന്നു. അതിൻ്റെ മൂന്നാമത്തെ ക്രോപ്പാണ് ഇപ്പോൾ എടുക്കുന്നത്. ആദ്യം പയറും സലാഡ് കുക്കുംബറും ആയിരുന്നു.
വളരെ നന്നായിട്ട് നല്ല ഒരു ഈൽഡുണ്ടായി. പുറത്തിറങ്ങിയേക്കാളും ഏകദേശം ഒരു 4 ഇരട്ടിയോളം വിളവുണ്ടായിരുന്നു അതിന്. ഒരു 3.5 ടണ്ണോളം അന്ന് എനിക്ക് കൊടുക്കാൻ സാധിച്ചു. നല്ല വിലയും കിട്ടിയായിരുന്നു. ഏകദേശം 40 രൂപ വെച്ച് ഇവിടെ വന്ന് തന്നെ ഒത്തിരി ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകും. നാട്ടിലെ ആൾക്കാർ ഇവിടെ വന്നുകൊണ്ട് വാങ്ങാറുണ്ട്. അത് കൂടാതെ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അങ്കമാലി മാർക്കറ്റിൽ കൊടുക്കും. ഇപ്പോൾ അതിനകത്ത് പയർ, പാലക്ക്, ചീര, ബന്ദി തുടങ്ങിയ 4 ഐറ്റം മിക്സ് ഒരു സമ്മിശ്ര കൃഷിയായിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു വിളപരിവർത്തനം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ മാറി കൃഷി ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കീടമൊട്ടും തന്നെ കിടക്കില്ല. ഫംഗസൊക്കെ അതിനകത്ത് വരും. തീർത്തും വിഷരഹിതമായ ഒരു ഫലം അതിനകത്ത് കിട്ടും. വളരെ കുറച്ച് സമയം നമ്മൾ അതിനകത്ത് ചിലവിട്ടാൽ മതി. ആകെ 2 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ അതിനകത്ത് ചിലവിടാറില്ല. രാത്രി 11 മണി വരെയും രാത്രി അതിനകത്തൊക്കെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. 11 മണി വരെ ഞാനും എൻ്റെ ഭാര്യ ലതിയും കൂടി ഞങ്ങൾ അതിനകത്ത് കൃഷിപ്പണികളൊക്കെ നോക്കും. വളരെ ചുരുക്കം ആൾക്കാരെ പുറത്തുനിന്ന് ലേബർ സഹായിക്കാറുള്ളൂ. അത് തന്നെയാണ് എൻ്റെ കൃഷിയിലെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നുന്നത്. മഴക്കാലത്ത് പച്ചക്കറി കൃഷി നശിച്ചു പോവുകയും നഷ്ടം സംഭവിക്കുകയും ചെയ്തതോടെ സാലുവും ഭാര്യയും കൂടി കൃഷി ഉദ്യോഗസ്ഥരുമായി ആലോചിച്ചപ്പോൾ കിട്ടിയ ആശയമാണ് മഴമറ കൃഷി. പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ് പോളി ഹൗസെങ്കിൽ ഇവിടെ നേരെ തിരിച്ചാണ്. പോളി ഹൗസ് പണിത് കഴിഞ്ഞാൽ പിന്നെ പലരും ഫെയിലിയർ ആണെന്ന് പറഞ്ഞപ്പോഴാണ് ഗവൺമെൻറ് ഓഫ് കേരള തന്നെ റെയിൻ ഷെൽട്ടറിനുള്ളൊരു അഡ്വൈസ് പറഞ്ഞ് ഉടൻ തന്നെ സാലുപ്പോൾ റെയിൻ ഷെൽട്ടർ ഇവിടെ പണിതു. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കൃഷിക്കാരനാണ്. IFS ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് ആൽത്മായിൽ നമ്മൾ ഇദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. എല്ലാ നൂതന വിദ്യകൾ ചെയ്താണ് ഈ കൃഷി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. മഴയെ തടയാൻ മേൽക്കൂര, എന്നാൽ ഇതിലൂടെ ചെടികൾക്ക് ആവശ്യമായ സൂര്യപ്രകാശം യഥേഷ്ടം ലഭിക്കുകയും ചെയ്യും. 2 വശവും തുറന്നിട്ടിരിക്കുന്നതിനാൽ സസ്യങ്ങൾക്ക് ഏറെ പ്രയോജനപ്രദമായ കാറ്റും വെളിച്ചവും ലഭിക്കുന്നു. മഴയിലും വെയിലിലും ഒരുപോലെ കൃഷി ചെയ്യാനും കഴിയുന്നു. ഇവിടെയും പ്രത്യേകം സജ്ജീകരിച്ച കുഴൽ വഴിയാണ് ജലസേചനവും വളപ്രയോഗവും. വാരം കോരി പച്ചിലവളവും മറ്റു ജൈവവളവും സമ്മിശ്രമായി മണ്ണിൽ കലർത്തിയ ശേഷമാണ് പച്ചക്കറി വിത്തുകൾ നടുന്നത്. തറയിൽ ഷീറ്റ് വിരിച്ചിട്ടിരിക്കുന്നതിനാൽ കളയുടെ ശല്യം ഒഴിവാകുന്നു. ഒപ്പം മഴമറ വൃത്തിയായിരിക്കുകയും ചെയ്യും. പോയ വർഷം പരീക്ഷിച്ച പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവും ലാഭവും ലഭിച്ചപ്പോൾ സാലുവിന് പോളി ഹൗസിനോട് തോന്നിയ പ്രേമം മെല്ലെ മഴമറയിലേക്ക് മാറി.